സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാപ്രതിഭയാണ് നമ്മുടെ പ്രിയങ്കരനായ MJF ലയൺ സുദർശൻ സാർ. സ്നേഹപൂർവ്വം മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ സോണൽ കോൺഫറൻസിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായ ലയൺ എസ് മുരുകേശൻ, ഇന്ന് ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ MJF ലയൺ ശ്രീ അലക്സ് കുര്യാക്കോസ്, വേദിയിലിരിക്കുന്ന ലയൺ നേതാക്കളെ, പ്രിയമുള്ളവരെ, 10-25 വർഷം മുമ്പ് ഇതുപോലൊരു ലയൺസ് മീറ്റിൽ ആദ്യമായി ഞാൻ ഒരു പ്രഭാഷണം നടത്താൻ പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, സ്റ്റൈലിന് ചോദിച്ചു, എനിക്ക് എത്ര സമയം സംസാരിക്കാമെന്ന്. അപ്പോൾ മുമ്പേ ഇരുന്ന ഒരാൾ പറഞ്ഞു, സാറിന് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാം, ഞങ്ങൾ 10 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ട് പോകുന്നു. അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് അന്ന് പിടിയില്ലായിരുന്നു. ഇപ്പൊ ആ പിടി ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് സംസാരിക്കുന്നു. ജീവിതത്തെ കുറിച്ച് ഒരുപാട് നിർവചനങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിർവചനം ചങ്ങമ്പുഴയുടേതാണ്. എന്താണ് ജീവിതം? അവ്യക്തമായൊരു സുന്ദരമായ പളകിലുക്കം, സംഗീത തുന്തിലം, നൈമിഷികോജ്വലം, പിന്നെയോ ശൂന്യം, പരമശൂന്യം. അപ്പൊ ജീവിതം അത്രേ ഉള്ളൂ. ഒരു വളകിലുക്കം പോലെ നൈമിഷികോജ്വലമായ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സ് ഓർക്കണി എന്നെഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ഉള്ള ജീവിതത്തിനിടയിലാണ് നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്നതും നമ്മൾ ഈ സേവനത്തിൻ്റെ മഹത്തായ പാതയിലൂടെ സഞ്ചരിക്കുന്നതും കൂട്ടായ്മയുടെ ഏറ്റവും നല്ല സുഗന്ധപൂരിതമായ അന്തരീക്ഷം പ്രസരിപ്പിക്കുന്നു. പക്ഷെ എന്നെ നിരാശപ്പെടുത്തിയ നിർവചനം ആൽബർട്ട് ക്യാമ്യുവിൻ്റെതാണ്. ആൽബർട്ട് ക്യാമ്യു ജീവിതത്തെക്കുറിച്ച് പറയുന്നത്, ജീവിതം വിഡ്ഢിത്തമാണ്, തീർന്നില്ല, ജീവിതം വങ്കത്വമാണ്, മതിയാക്കുന്നില്ല, ജീവിതം നിരർത്ഥകമാണ്. എന്തുകൊണ്ടാണ് ക്യാമ്യു അങ്ങനെ നിഷേധാത്മകമായി പറഞ്ഞതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ജീവിതത്തിൻ്റെ കുറേ പടവുകൾ പിന്നിട്ട് 60കളിലോ 70കളിലോ ഒക്കെ എത്തുമ്പോൾ, 80കളിലോ ഒക്കെ എത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതം വിഡ്ഢിത്തമായിരുന്നോ, വങ്കത്വമായിരുന്നോ, നിരർത്ഥകമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ആകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഒത്തുകൂടി സേവനത്തിൻ്റെ പന്ഥാവിലൂടെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും വായിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഓർമ്മ വന്നത്. ഹൂ വിൽ ക്രൈ വെൻ ഐ ഡൈ. റോബിൻ ശർമ്മ, ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ആദരിക്കപ്പെട്ട എഴുത്തുകാരൻ. ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന വിഖ്യാതമായ പുസ്തകത്തിന് ശേഷം എഴുതിയ 101 അധ്യായങ്ങളുള്ള 200 പേജുള്ള പുസ്തകം. ഞാൻ ആ പുസ്തകത്തിലേക്കൊന്നും കിടക്കുന്നില്ല. എന്നെ ആകർഷിച്ചത് ആ ചോദ്യമാണ്, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ ജനിച്ചപ്പോൾ ആരൊക്കെ കരഞ്ഞു? നമ്മൾ മാത്രം കരഞ്ഞു. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ മാത്രം കരഞ്ഞു. ഈ ബർത്ത്ഡേയെ കുറിച്ച് അഖില ലോക അടിസ്ഥാനത്തിൽ ഒരു നിർവചന മത്സരം നടത്തിയപ്പോൾ അതിൽ 1ാം സ്ഥാനത്തെത്തിയ നിർവചനം ഇതാണ്: ദ ഓൺലി ഡേ യുവർ മദർ സ്മൈൽഡ് വെൻ യു ക്രൈഡ്. നിങ്ങൾ കരഞ്ഞപ്പോൾ നിങ്ങളുടെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം. ആ നിർവചനം കൊടുത്തത് APJ അബ്ദുൽ കലാമാണ്. ആവുൾ ബക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. പക്ഷേ മരിക്കുമ്പോൾ ആരെ കരയുമെന്ന ചോദ്യം പ്രസക്തമല്ലേ?
മരിക്കുമ്പോൾ ആർക്കറിയും. ഞാൻ താമസിച്ചിരുന്നത് തൈക്കാടാണ്. തൈക്കാട് എന്ന് പറയുന്ന സ്ഥലം രണ്ട് കാര്യങ്ങൾക്ക് പ്രശസ്തമാണ്. ഒന്ന് ജനനത്തിനും പിന്നെ മരണത്തിനും. രമണിയെ തൈക്കാട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ കൊണ്ടുപോയി, മൂപ്പിലാനെ തൈക്കാട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഈ തൈക്കാട് നിന്ന് ഞാൻ ജഗതിയിലേക്ക് മാറിയതിന് ശേഷം തൈക്കാടുള്ള ഒരു സഹോദരനെ വഴിയിൽ വെച്ച് കണ്ടു. ഇപ്പോഴൊന്നുമല്ല, 10-15 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അയാള് ബാബു എന്നാണ് പേര്. അയാൾ നമ്മുടെ ശ്മശാനത്തിലെ സംവിധായകനാണ്. ശ്മശാനത്തിൽ കൊണ്ടുവരുന്ന ബോഡിയും മറ്റുമൊക്കെ ഒരുക്കുന്നതും അതിന്റെ നടപടികൾ നടത്തുന്നതും ഒക്കെ ഈ ബാബുവാണ്. ബാബുവിനെ കണ്ടു. എന്തൊക്കെയുണ്ട് ബാബു വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ ബാബു പറഞ്ഞു, സാർ ഈ ലോകം വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. ബാബു പറയാം, നമ്മുടെ ആളുകളൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വളരെ അത്യാവശ്യമായിട്ട് പോകായിരുന്നു. എന്നാലും ബാബു ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ചു. ബാബു പറയുന്നു, കഴിഞ്ഞ ദിവസം ഒരു ബോഡി കൊണ്ടുവന്നു, 5 മക്കളുണ്ട്, മൂത്താൾ ഇൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹം അതിലൊന്നും തൊടാതെ മാറി നിന്ന് ഫോൺ ചെയ്യുക. അപ്പൊ ഞാൻ കുടമൊക്കെ എടുത്തു കൊടുത്ത് ഈ പാൻറ്റിട്ടവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുകയാണ്. ചെയ്യിച്ച് കുടത്തിലൊക്കെ കൊത്തു കൊടുത്ത് അതെല്ലാം കഴിഞ്ഞപ്പോ ബോഡി അങ്ങോട്ട് എടുത്ത് അതിൽ വെച്ചു. ഇപ്പോഴത്തെ കാലമല്ല, ഇലക്ട്രിക് ക്രൊമറ്റോറിയം ശാന്തി കവാടം വരാത്ത കാലമാണ്, ശാന്തിയുള്ള കാലമാണ്. കൊതു ഈ കദമ്പയിൽ അല്ലെ തൊണ്ടിലൊക്കെ കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഇൻസർട്ട് ചെയ്ത ആള് ബാബുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പേരെന്താ? ബാബു. അല്ലെങ്കിൽ ഇതെപ്പോ തീരും, ഈ പരിപാടി എപ്പോ തീരും? ബാബു പറഞ്ഞു, ഇത് മൊത്തം കത്തി തീരണം. എന്നിട്ട് ഇതിന്റെ ആശ്വസ്, ഇതിന്റെ ചിതാഭസ്മം എടുക്കണം. എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി കറയുള്ള വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെക്കണം. കറയുണ്ട്, പ്ലാവ് പോലത്തെ വൃക്ഷമേ, കറയുള്ള പാലുള്ള. എന്നിട്ട് പിന്നെ 16 ദിവസം, 41 ദിവസം, 1 വർഷം ഒക്കെ ഇഷ്ടം പോലെ അവിടെ വെച്ച് വൈകുന്നേരം തിരി കത്തിച്ച് ഒക്കെ ചെയ്യാം. 16 ദിവസം മതിയാവും അല്ലേ? ധാരാളം. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് നമ്മൾ ഈ സമുദ്രങ്ങളൊക്കെ ചേരുന്ന 3 സമുദ്രം ചേരുന്ന കന്യാകുമാരിയിലൊക്കെ, അല്ലെങ്കിൽ തിരുവല്ലത്തായാലും മതി, വർക്കലയായാലും മതി. കന്യാകുമാരിയാണ് കൂടുതലും ആളുകൾ സാറിനെ പോലെയുള്ളവരൊക്കെ ചെയ്യുന്നത്. അവിടെ കൊണ്ടുപോയി ഒഴുക്കണം. ശരി. ബാബു വന്നിങ്ങി കുറച്ചുകൂടെ മാറ്റിയെടുത്തിട്ട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ബാബു ഇതെല്ലാം മംഗളമായി നടക്കണം, എന്താവും? എത്ര രൂപ വന്നു? ബാബു അന്തം വിട്ടുപോയി. അതാണ് ബാബു എന്നോട് ചോദിച്ചത്. ലോകയിൽ എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ബാബു ചോദിച്ചത്. ബാബുവിനെ ദേഷ്യം വന്നു. ബാബു ഇയാൾക്കൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ബാബു പറഞ്ഞു, 5000 രൂപയുടെ കാര്യമുള്ളൂ, 15000 രൂപ ആവുന്നു. പുള്ളിക്കാരനൊന്നും ആലോചിച്ചില്ല, 20000 രൂപ കൊടുത്തു. എല്ലാം മംഗളമായിട്ട് നടത്തണം. സാർ, ഈ 4 പേര് നിൽക്കുന്ന അവരെ ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഞാനാണ് മൂത്ത ആൾ. എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാനേ സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണ്. എനിക്ക് 6 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. എവിടെ റിപ്പോർട്ട് ചെയ്യണം സാർ? എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ബാബു ഇതെല്ലാം ചെയ്യണം. ചെയ്യുമല്ലോ? തീർച്ചയായിട്ടും. ഈ ഒരു കാലഘട്ടത്തിലാണ് റോബിൻ ശർമ്മ ചോദിക്കുന്നത്, ഹൂ വിൽ ക്രൈ വെൻ ഐ ഡൈ? ആദ്യം തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് കടന്നുപോയപ്പോൾ രാഷ്ട്രത്തോട് അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രഭാഷണമുണ്ട് രാത്രി. The glory has departed, the sun that shine has gone, and we shiver in the cold and dark. I regret as an Indian, because an Indian can raise his hands against the greatest Indian of the age. I regret as a Hindu, because a Hindu had raised his hands against the greatest Hindu of the age. എന്നിട്ട് നെഹ്റു പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മൾ കരഞ്ഞുകൂടാ. നമ്മുടെ ഗാന്ധിജി കടന്നുപോയിരിക്കുന്നു, പക്ഷേ നമ്മൾ ഇന്ത്യക്കാർക്ക് കരയാൻ അവകാശമില്ല. The world mourns for him. ലോകം തേങ്ങുകയാണ്. അതാണ്. അപ്പോഴാണ് റോബിൻ ശർമ്മ ചോദിക്കുന്നത്, who will cry when I die? അങ്ങനെ ആരെങ്കിലും കെയർ യൂണിറ്റിൽ കിടക്കുമ്പോൾ, വയറുകൾക്കിടയിൽ കിടക്കുമ്പോൾ, കുഴലുകൾക്കിടയിൽ കിടക്കുമ്പോൾ, വായുശയ്യയിൽ എയർ ബെൻഡിൽ കിടക്കുമ്പോൾ എന്താ ഓർമ്മിച്ചാലാണ്
എന്താലോചിച്ചാലാണ് അവരുടെ മനസ്സ് സന്തുഷ്ടമാകുന്നത്, സംതൃപ്തമാകുന്നത്, പ്രസന്നമാകുന്നത്, സമ്മോഹനമാകുന്നത്? സമ്പത്തിനെ കുറിച്ച് ആലോചിച്ചാൽ സന്തോഷം വരുമോ? സമ്പത്ത് അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റാതെ പോവുകയാണ്, സന്തോഷം വരില്ല. പിന്നെയോ കെട്ടിപ്പൊക്കിയ നേട്ടങ്ങളുടെ കോട്ടകളെ കുറിച്ച് ആലോചിച്ചാൽ സന്തോഷം വരുമോ? അതൊക്കെ അന്യാധീനമാവാൻ പോവുകയാണ്. മിസ്സിസിനെ കുറിച്ച് ആലോചിച്ചാൽ സന്തോഷം വരുമോ? എനിക്കറിഞ്ഞുകൂടാ. മക്കളെ കുറിച്ച് ആലോചിച്ചാൽ വരുമോ? പക്ഷേ സന്തോഷം വരണമെങ്കിൽ, ആഹ്ലാദം വരണമെങ്കിൽ, അന്ത്യം ശാന്തമാകണമെങ്കിൽ ജീവിതം അനുഗ്രഹപ്രദമായ രീതിയിൽ കൊണ്ടുപോയിരിക്കണം, ജീവിതം സപ്രയോജനമാക്കിയിരിക്കണം. സൂര്യനെ കുറിച്ച് ONV-യുടെ ആ വരികൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. സൂര്യൻ കത്തിയെരിയുന്നത് നമുക്ക് വേണ്ടിയാണ്. സൂര്യന് കൈയടി കിട്ടാനല്ല, സൂര്യൻ അവാർഡ് കിട്ടാനല്ല, പത്മശ്രീ കിട്ടാനുമല്ല. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന ദീപനാളങ്ങളായി മാറുകയാണ് ലയൺസ് പ്രസ്ഥാനത്തിലെ ഓരോ ലയനും. നമ്മൾ ചെയ്യുന്ന നന്മയുടെ ഈ നിമിഷങ്ങൾ സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും അനുകമ്പയുടെയും അനുതാപത്തിന്റെയും കൂട്ടായ്മയുടെയും എല്ലാം സുലഭിതമായ സുഗന്ധപൂരിതമായ ഈ നിമിഷങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സ് ശാന്തമാകും, സ്വച്ഛന്ത മൃത്യുവായി തീരുകയും ചെയ്യും. അനായാസേന മൃത്യു ലഭിക്കും. അതാണ് ആത്യന്തികമായ മോചനം എന്ന് പറയുന്നത്. നോക്കണം, നമ്മൾ ഈ ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറയുന്നതിനെ കുറിച്ച് കവി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. സജ്ജനങ്ങൾ അങ്ങനെയാണ്. ആലംബഹീനരായ ആളുകളെ, അശരണരായ ആളുകളെ, പട്ടിണി അനുഭവിക്കുന്ന ആളുകളെ, രോഗബാധിതരെ എല്ലാം ചേർത്ത് പിടിക്കുമ്പോൾ, ആലിംഗനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിർവൃത്തി സാന്ദ്രമായ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, വെന്തരിഞ്ഞാലും മണക്കുന്നു ചന്ദനം, വെന്തരിഞ്ഞാലും മണക്കുന്നു ചന്ദനം, വെൺതിങ്കൾ കാറടിച്ചാലും വിലസുന്നു. ആ മട്ടിൽ വെന്തെരിയുമ്പോഴും മണക്കുന്ന ചന്ദനത്തിരികളായി ഓരോ ലയനും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്